ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2024 അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഏകദേശം 30ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഹാനികരമല്ലാത്തതും സുസ്ഥിരവുമായ ഇന്ധന ഉപയോഗം സപ്പോർട്ട് ചെയ്യുന്ന വാ ക്യാ എനർജി ഹേ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ഗെയിൽ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. ഹാനിയ, അഭിഷാദ് VS, ദീക്ഷിത, ദുർഗ, സിയ, ഫാത്തിമ ഫിദ AK എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിയമിതനാകുന്നത് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജംദാർ. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പലാണ് സാർ ഫെർണാണ്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് എന്നാണ്? സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് 2024 ജൂലൈ 11 നാലാമത്തെ ചോദ്യം ഇതാണ്: കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിതനാകുന്നത്. അഞ്ചാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര നീതിന്യായ ദിനം എന്നാണ്? അന്താരാഷ്ട്ര നീതിന്യായ ദിനം എന്ന്? ജൂലൈ 17 അന്താരാഷ്ട്ര നീതിന്യായ ദിനം. 1998 മുതൽ എല്ലാ വർഷവും ലോക അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ജൂലൈ 17 ആചരിക്കുന്നു. ആറാമത്തെ ചോദ്യം: പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ദിനിധി ദേശിംഗ. ഏഴാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിതമായത് എവിടെയാണ്? പുലിക്കയം, അതായത് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പുലിക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ആരംഭിച്ചത്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: ഹൽവ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹൽവ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബജറ്റുമായി ബന്ധപ്പെട്ടതാണ് ഹൽവ ചടങ്ങ്. ഒൻപതാമത്തെ ചോദ്യം: മാതാപിതാക്കളോടൊപ്പം സമയം ചെലവിടാൻ സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസം അവധി അനുവദിച്ച സംസ്ഥാനം ഏതാണ്? ആസാമിലാണ് മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ സർക്കാർ ജീവനക്കാർക്ക് 2 ദിവസം അവധി നൽകിയത്. പത്താമത്തെ ചോദ്യം ഇതാണ്: റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലോക് പത്ത് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ് റോഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ലോക് പത്ത് ആപ്പ് പുറത്തിറക്കിയത്. 11ാമത്തെ ചോദ്യം: പ്രസംഗത്തിനിടെ വധശ്രമത്തിന് ഇരയായ ഡൊണാൾഡ് ട്രംപ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്? എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റാണ്. 12ാമത്തെ ചോദ്യം: ലോക പാമ്പ് ദിനം എന്നാണ് വേൾഡ് സ്നേക്ക് ഡേ? ജൂലൈ 16 ലോക പാമ്പ് ദിനം. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂലൈ 16. 13ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി പാമ്പുകളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി കേരള വനംവകുപ്പ് ആരംഭിച്ച ആപ്പ് ഏതാണ്? സർപ്പ എന്ന് പറയുന്ന ആപ്പാണ് ഇന്ത്യയിൽ ആദ്യമായി പാമ്പുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയും ജനങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടിയും കേരള വനംവകുപ്പ് ആരംഭിച്ച ആപ്പിൻ്റെ പേര്. 14ാമത്തെ ചോദ്യം: കുറ്റവാളികൾക്ക് അവരുടെ കുടുംബത്തിലെ സന്തോഷ ദിവസങ്ങളിൽ പരോൾ നൽകാൻ തീരുമാനിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ് കുറ്റവാളികൾക്ക് അവരുടെ കുടുംബത്തിലെ സന്തോഷ ദിവസങ്ങളിൽ പരോൾ നൽകാൻ തീരുമാനിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച ഹൈക്കോടതി.
15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2024 ജൂൺ 23-ാം തീയതിയാണ്. 16ാമത്തെ ചോദ്യം, കോഴിക്കോട് സാഹിത്യ നഗര ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഇതേ ജൂൺ 23-ാം തീയതിയാണ് കോഴിക്കോട് സാഹിത്യ നഗര ദിനം ആഘോഷിക്കുന്നത്. 17ാമത്തെ ചോദ്യം, 18ാമത് ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓം ബിർളയാണ് 18ാമത് ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓം ബിർള. 18ാമത്തെ ചോദ്യം, 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 18ാമത് ലോകസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24-ാം തീയതിയാണ്. 19ാമത്തെ ചോദ്യം, 18ാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് 18ാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രാഹുൽ ഗാന്ധി. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2024 ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? JP നദ്ദയാണ് 2024 ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 21ാമത്തെ ചോദ്യം, പുതിയ കേരള ലോകായുക്തയായി നിയമിതനാകുന്നത് ആരാണ്? പുതിയ കേരള ലോകായുക്തയായി നിയമിതനാകുന്നത് ജസ്റ്റിസ് N അനിൽകുമാറാണ്. 22ാമത്തെ ചോദ്യം, ചിത്രലേഖ ആരുടെ നോവലാണ്? ചിത്രലേഖ ആരുടെ നോവലാണ്? P വത്സലയുടെ നോവലാണ് ചിത്രലേഖ. 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം P വത്സല. 23ാമത്തെ ചോദ്യം, കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ്? കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കുടുംബശ്രീ. 24ാമത്തെ ചോദ്യം, 2024 പെൻ പിന്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ് 2024 പെൻ പിന്റർ പുരസ്കാരം ലഭിച്ചത്. 25ാമത്തെ ചോദ്യം, 2024 പുറത്തുവന്ന ആഗോള ലിംഗസമത്വ സൂചക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 129ആണ്. 1-ാം സ്ഥാനത്ത് ഐസ്ലാൻഡ് ആണ്. 26ാമത്തെ ചോദ്യം, ദേശാഭിമാനി വാരികയായി ആരംഭിച്ചത് 1942-ലാണ്. എന്നാൽ ദിനപത്രമായി മാറിയത് ഏത് വർഷമാണ്? 1946-ലാണ് ദേശാഭിമാനി ദിനപത്രമായി മാറുന്നത്. 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1946. 27ാമത്തെ ചോദ്യം, സർവ്വരാജ്യ സംഘം അഥവാ ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? വെയിൽസ് ഉടമ്പടിയാണ് ഇതിൻ്റെ ഉത്തരം. 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വെയിൽസ് ഉടമ്പടി. 28ാമത്തെ ചോദ്യം, ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്? ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റാണ് കോട്ടയം ജില്ലയിലെ മനസ്വിനി. 29ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമ രുചി പകരാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോയുടെ രാസനാമം എന്താണ്? അജിനോമോട്ടോയുടെ രാസനാമമാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. 29 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ്. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഇതൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനും 30ാമത്തെ ചോദ്യവും ഇതാണ്. അമ്മു മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിലും ചിന്നു 4 കിലോമീറ്റർ വേഗതയിലും ഒരേ ദിശയിലേക്ക് ഓടുന്നു. 6 മിനിറ്റ് കഴിയുമ്പോൾ അവർ തമ്മിലുള്ള അകലം എന്തായിരിക്കും? അറിയുന്നവർ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞതുപോലെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.